ഏലിയാവിനെ സംബന്ധിച്ച് യാക്കോബിൻ്റെ ലേഖനത്തിൽ 5:17-18 വാക്യങ്ങളിൽ നമ്മോട് സമനായ ഒരു സാധാരണക്കാരനായിരുന്നു ഏലിയാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. In James chapter 5 verses 17 and 18 we read about Elijah, and there it is clearly mentioned that he was a man who was in the same nature as ours. നമ്മിൽ നിന്ന് വ്യത്യസ്തനല്ലായിരുന്നു ഏലിയാവ്. He was not indifferent from us. അദ്ദേഹം ജീവിച്ചിരുന്നത് ഒരു അപ്പോസ്റ്റേറ്റ് പീരീഡിലാണ് എന്ന് നാം കണ്ടു. He lived during a time which could be called an apostate period. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലിൽ ദൈവത്തോടുള്ള ഏകാന്തത, സോളിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടിരുന്നയാളാണ്. And we learned from his life that he was someone who enjoyed time in God's presence in solitude. അതുപോലെ തന്നെ അദ്ദേഹം വളരെ ധീരനായ സാഹസികനായ ഒരു പ്രവാചകനായിരുന്നു എന്ന് നാം കണ്ടു. We also learned that he was a courageous prophet. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അതോറിറ്റി ഉണ്ടായിരുന്നു. ഒരു ഒത്തൻറ്റിക് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ളതായ ഒരു പ്രോഫിറ്റ് ആയിരുന്നു അദ്ദേഹം. He was someone who spoke with authenticity. He was authoritative in what he said. അദ്ദേഹം ഏതാണ്ട് 83 വയസ്സ് വരെ അദ്ദേഹം ദീർഘനാളുകൾ ഇസ്രായേലിൽ ജീവിച്ചിരുന്നതായിട്ടാണ് വിചാരിക്കപ്പെടുന്നത്. It is believed that he lived for many years in Israel. അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രയാസമുണ്ട്. It is difficult to calculate how long he was on the earth. എന്നാൽ അദ്ദേഹം ഒരു 30+ years പ്രോഫറ്റായി സേവിച്ചു എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. But it is believed that he served as a prophet for over 30 years. വളരെ അപ്രതീക്ഷിതമായി വേദിയിലേക്ക് പ്രത്യക്ഷപ്പെടുകയും അതുപോലെ തന്നെ മരണം കാണാതെ വേദിയിൽ നിന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്യുകയാണ് ഏലിയാവ്. When we look at his life, we see that he makes a sudden entry into the pages of history, and then he is taken from the earth without seeing death. അദ്ദേഹത്തെ മോശയുടെ അതേ ലെവലിലാണ് അദ്ദേഹത്തെ ബൈബിൾ കാണുന്നത്. The Bible looks at prophet Elijah in the same at the same level as Moses. പുതിയ നിയമത്തിൽ പലയിടങ്ങളിൽ നമുക്ക് ഏലിയാവിനെ കാണാൻ സാധിക്കും. In the New Testament we read multiple references of him. പഴയ നിയമം അവസാനിക്കുന്നത് ഏലിയാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. The Old Testament ends with a reference with regard to Elijah. 4-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് ഏലിയാവിനെ സംബന്ധിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. If you read the 4th chapter Malachi, you will read about Elijah. പുതിയ നിയമം ആരംഭിക്കുന്നത് ഏലിയാവിനോട് ബന്ധപ്പെട്ടതായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഏലിയാവിൻ്റെ ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. And the New Testament begins with a reference to with Elijah, where it is mentioned that John the Baptist is ministering in the same spirit as Elijah. മറുവ മലയിൽ യേശുവിൻ്റെ അടുക്കൽ മോശയോടുകൂടെ ഏലിയാവ് വന്നിരുന്നതായി നമ്മൾ സുവിശേഷങ്ങൾ വായിക്കണം. In the Mount of Transfiguration we read that along with Moses the other prophet that came down was Elijah. ഏലിയാവ് ചരിത്രം വളരെ ഹൃദ്യമായ, വളരെ സ്പർശിക്കുന്ന മനോഹരമായ ഒരു ചരിത്രമാണ്. And therefore his life is one that when you meditate upon it, it touches your life, it touches your heart. കൊട്ടാരത്തിലാണ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. He is beginning his ministry from the palace. ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സന്ദേശം അറിയിക്കാനാണ് കൊട്ടാരത്തിലേക്ക് താൻ കടന്നത്. And he is going to the palace to communicate an unpleasant message. ഒരു നെഗറ്റീവായിട്ടുള്ള അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അന്നത്തെ രാജ്യത്തെ ഏറ്റവും പരമാധികാരിയായ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അറിയിക്കുക അത്ര ഈസിയായ ഒരു സംഗതിയായിരുന്നു. It was not easy for him to take that kind of a negative message to the highest authority of those times, the king, and speak before him. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് ആണെങ്കിൽ അത് ഈസി ആയിട്ട് അറിയിക്കാനായിട്ട് സാധിക്കും. If it was a positive message that he was carrying, it would have been quite easy for him to say that to the king. അപ്പോൾ മെസ്സേജ് നോക്കിയാൽ തന്നെ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുടെ പ്രോബബിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. If you look at the message in itself, the probability of him going to the king and speaking about it is less. അതുപോലെ ഈ രാജാവിനെ കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും ദുഷ്ടനായ ഒരു രാജാവായിരുന്നു അദ്ദേഹം. And if you study the life of the king, you will see that he was one of the most wicked kings that ruled Israel. 16-ാം അധ്യായത്തിൽ തന്നെ 2 പ്രാവശ്യം അദ്ദേഹം അതുവരെ ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ ഏറ്റവും ദുഷ്ടനായിരുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്.
There are two places where it is mentioned in chapter 16 that of all the kings that had ruled Israel till then, he was the most wicked of them. അപ്പോൾ മെസ്സേജ് മാത്രമല്ല ആരോടാണ് അറിയിക്കുന്നത് എന്നുകൂടെ നോക്കുമ്പോൾ ഒരു രാജാവാണ്, വെറും ഒരു രാജാവല്ല, ഇസ്രായേലിലെ ദുഷ്ടനായ ഒരു രാജാവാണ്. ആ മെസ്സേജ് പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. Not just that the message that Elijah was carrying was a difficult message, the person that he was speaking to was also not the most, did not provide the most conducive environment for him to speak that message. ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നമ്മൾ നോക്കിയാൽ ആളൊട്ടും മോശമല്ല. ഇസബേൽ എന്നാണ് പേര്. ഫെനീഷ്യൻ സ്ത്രീയാണ്. വളരെ പവർഫുൾ വില്ലുള്ള ഈ ആഹാബിനേക്കാൾ പവർഫുൾ വില്ലുള്ള ഒരു ഭാര്യയായിരുന്നു. And if we look at the king's wife in Jezebel, we see someone who had such a strong, powerful will, even more stronger than the king. ആഹാബ് ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും വേണമെങ്കിൽ തനിച്ച് ഒറ്റയ്ക്ക് ഇസബേലിന് ചെയ്യാൻ കരുത്തുണ്ടായിരുന്നുവെന്ന് പിന്നീട് വരുന്ന വേദഭാഗങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. And in the following chapters, we understand that Jezebel could end up doing things that even King Ahab will hesitate to commit. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലെ ദൈവമായിട്ട് ഒരു ബന്ധവും ആ സ്ത്രീക്കുണ്ടായിരുന്നില്ല. As far as that lady was concerned, she did not have any relationship with the God of the Jews. ഒരു ജെന്റൈൽ ലേഡിയാണ്. She was a Gentile woman. ഒരു ഫൊനീഷ്യൻ സ്ത്രീയാണ്. She was a Venetian woman. ഫൊനീഷ്യൻ woman. അവൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ബാൽ എന്നറിയപ്പെടുന്നത്. And the god that she had brought along with her was known as Baal. അവളുടെ സ്വകാര്യ പ്രൈവറ്റ് ദൈവമായിട്ട് ഈ ബാലിനെ വെക്കാൻ ഉദ്ദേശിച്ചില്ല. അത് രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കാനായിട്ട് അവൾ ആഗ്രഹിച്ചു. Not just that she had that god as her private god, she wanted to make sure that he is propagated across that land. അതുകൊണ്ട് ഇസ്രായേലിലെ പ്രവാചകന്മാരെ ഓരോന്നോരോന്നായി ഒന്നിനു പുറകെ ഓരോരുത്തരായി അവൾ കൊന്നുകളയാണ്. And therefore in her life we see that she was killing all the prophets of Israel one after the other. ഇസ്രായേൽ ദൈവവിശ്വാസികൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു മോശമായ സാഹചര്യം ആ സമയത്ത് അവിടെ ഉണ്ടായി. And that is why that period is known as an apostate period, where it was quite difficult for a believer in God to live. ഗ്രാജുവലി ദൈവത്തിലുള്ള വിശ്വാസം ഇറാഡിക്കേറ്റ് ചെയ്യുകയും ബാലിൽ ഉള്ള ബാലാരാധന അവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ. And the ultimate goal was so that the god of Jews will be eradicated from their belief system, and Baal will be established as their god. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തില്ലെന്ന് വരികയിൽ ഇസ്രായേൽ രാഷ്ട്രം ആത്മീയമായി തകർന്ന് തരിപ്പണമാകും. ബാലിനെ ആരാധിക്കുന്നവരായി ഇസ്രായേൽ തീരും. And at this point, if there is not an intervention made, the Israelites were moving towards a path of spiritual destruction. അപ്പോൾ ദൈവം അതിന് കറക്റ്റായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയെ കണ്ടെത്തി. അതാണ് ഏലിയാവ്. And the right personality that God chose to provide his intervention was Prophet Elijah. തൻ്റെ വേഷം നോക്കിയാൽ തനിക്ക് കൊട്ടാരത്തിൽ പോകാനുള്ള യോഗ്യതയൊന്നുമില്ല. If you look at what he was wearing as his attire, that did not qualify him to go into the palace. വെറും ഒരു സാധാരണക്കാരനായിരിക്കുന്ന ഏലിയാവിനെയാണ് നമ്മൾ കാണുന്നത്. We read of an Elijah who looked the most ordinary of the people around. അപ്പോൾ ഈ വേഷം ഇട്ടുകൊണ്ട് എങ്ങനെയാണ് രാജാവിൻ്റെ അടുക്കൽ പോവുക എന്നുള്ളൊരു ചോദ്യം തനിക്ക് അവശേഷിക്കുന്നുണ്ട്. And therefore there could be a question in his mind as to how he can go and approach the king with what he was wearing. തൻ്റെ വേഷം കൊട്ടാരത്തിലേക്ക് മെസ്സേജുമായി പോകാൻ ഒരു പ്ലസ്സായ ഒരു വിഷയമായിരുന്നില്ല. We know that it was not advantageous for him to have that kind of a robe or attire for him to go and approach and speak to the king. So ഈ ദൈവം ഏത് തരത്തിലുള്ളൊരു ദൈവമാണെന്നും കൂടെ, ഈ ബാൽ ഏത് തരത്തിലുള്ള ദൈവമാണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. It is also good for us to know what kind of a god this Baal was. ആ ബാൽ യഥാർത്ഥത്തിൽ ഒരു ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. നേച്ചറിൻ്റെ മേൽ, മഴയുടെ മേൽ, മഞ്ഞിൻ്റെ മേൽ, തീയുടെ മേൽ എല്ലാം അധികാരമുള്ള ഒരു ദൈവമാണ്. Baal was someone who was known as a god of fertility, someone who had authority of all the many things in the nature, fire, wind, rain and those kind of things. അപ്പോൾ ഇസബേലിൻ്റെ ദൈവമായ ബാലിനെ സംബന്ധിച്ചിടത്തോളം ആ
ഒരു വിശ്വാസമാണ് ഇസബേലിനും ആ ബാലാരാധകർക്കും ഉണ്ടായിരുന്നത്. നേച്ചറിൻ്റെ മേൽ അധികാരമുള്ള ദൈവം, മഴയുടെ മേൽ അധികാരമുള്ള, ചൂടിൻ്റെ മേൽ, വേനലിൻ്റെ മേൽ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ഒരു ദൈവം ഈ ബാലാണ് എന്ന്. And therefore Jezebel and all the people that were the worshippers of Baal believed that God had all control over everything in nature. സോ ആ ദൈവത്തിൻ്റെ നേച്ചർ നോക്കിയാലും ഈ മെസ്സേജുമായിട്ട് കൊട്ടാരത്തിൽ പോകാൻ ഏലിയാവോ അല്ലെങ്കിൽ ഏലിയാവിനെ പോലെ ഒരാളോ മടിക്കുകയും ചെയ്യും. And if you look at what that God specialized in, the message that Elijah was carrying was a very difficult message to carry. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഓരോന്നായി ഇങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോൾ ആ കൊട്ടാരത്തിലേക്ക് ഈ മെസ്സേജുമായി പോകാൻ തയ്യാറാകുന്ന ഒരാൾ ഉണ്ടായിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. And if you take all the factors that were that the environment around him was for him to carry this message, we see that it was the most difficult environment for him to take that message into. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനെ പറ്റിയ ഒരാളെ ദൈവം കണ്ടുപിടിച്ച് ഏലിയാവിനെ അങ്ങോട്ട് അയക്കുകയാണ്. And therefore God is choosing the most appropriate person to carry this message. സോ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ വളരെ പ്രതികൂലമായ ഒരു മെസ്സേജ്, ഒരു പക്ഷെങ്കിൽ തൻ്റെ ഉടലിൽ നിന്ന് തല വിച്ഛേദിക്കപ്പെടാവുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് അറിയിക്കാൻ പോവുക എന്ന് പറയുന്നതാണ് ശരിക്കും അഡ്വഞ്ചറസ് ആയിരിക്കുന്ന ഒരു സ്റ്റെപ്പ്. And this is we see that Elijah is taking an adventurous step, taking this message to a place where at the end he could come, he might not return, he could end up losing his life. സോ ഒരു പക്ഷെങ്കിൽ അത് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസമായിരിക്കാവുന്ന ഒരു ദിവസമായിരുന്നു അത്. It could probably be the last day of his life. ഞാൻ എൻ്റെ ഭാവനയിൽ ഈ ഏലിയാവ് പോയ ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു പക്ഷെങ്കിൽ ആകാശത്തിൽ കാർമേഘങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. In my imagination, I thought that when Elijah was going into the palace with this message, it could be a day when there were dark clouds in the sky. അപ്പോൾ ആകാശത്തേക്ക് നോക്കിയാലും തൻ്റെ ചുറ്റുപാടിൽ നോക്കിയാലും അന്നത്തെ ആ നിലവാരം നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാലും ഈ മെസ്സേജുമായിട്ട് അങ്ങോട്ട് പോവുക തൻ്റെ ജീവൻ ത്രട്ടുണ്ടാകുന്ന സാഹചര്യമാണ്. And when you look at the spiritual and the physical atmosphere that was around him, it was an atmosphere that provided clear direct threat to his life as he was carrying this message. ഇത്ര ക്രിട്ടിക്കലായിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ളതായ ആ സാഹചര്യത്തെ ഏലിയാവ് നേരിട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അദ്ദേഹം ആദ്യം ആഹാബിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി. And we learned last week that before he took that message to the king, we see that before he stood before the king, he knelt before his God. ഏത് മോശമായ സാഹചര്യങ്ങളെയും നേരിടാൻ ഒരേ ഒരു വഴി, എല്ലാ വഴികളും അവസാനിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും ഒരേ ഒരു വഴിയുണ്ട്, അത് പ്രാർത്ഥനയാണ്. Even when all the ways around you are closed in the most difficult of circumstances in your life, there is one way open, and that is by kneeling in the presence of God. നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശക്തിയെല്ലാം അത് അങ്ങ് ലീക്കായി പോകുന്ന, നാം ശൂന്യമായി തോന്നി ആണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില പോയിന്റുകൾ നമ്മൾ ചില സന്ദർഭങ്ങളിൽ എങ്കിലും എത്തിച്ചേരാറുണ്ട്. There are times in our lives when we feel empty, when we feel dry, when we feel like nothing spiritually, mentally and emotionally. ഒരു വഴിയുമില്ല എന്ന് വിചാരിച്ച് അന്താളിച്ച് നിൽക്കുന്ന, അത് പതറി നിൽക്കുന്ന ചില പോയിന്റുകൾ നമുക്കെല്ലാവർക്കും വന്നു നേരിടും. ആ സമയത്തും തുറക്കപ്പെട്ട ഒരു വഴിയുണ്ട്, പ്രാർത്ഥനയുടെ വഴിയാണ്, മുട്ടിന്മേൽ നിൽക്കുന്ന വഴിയാണ്. മുട്ടിൽ നിന്ന് നേരിടാൻ വയ്യാത്ത ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിലുണ്ട്. There could be times in our lives when we feel like all doors are closed, there is no way to go forward. Even at that time there is one way that is open for you, and that is the way that prayer creates. നമ്മുടെ ജീവന്റെ മേൽ അധികാരമുള്ള ഒരാൾ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ഏലിയാവിനെ അങ്ങോട്ട് പോകാൻ അനുവദിച്ചത്. The factor that helped Elijah to go and speak before the king was his awareness that there is a God that knows me. ദൈവത്തിന്റെ മെസ്സേജ് അറിയിക്കുന്നതിൽ ഏത് റിസ്ക്കും നേരിടാനായിട്ട് താൻ സന്നദ്ധനായിരുന്നു. He was willing to take any risk so that the word of God will be proclaimed. അതുകൊണ്ട് ദൈവത്തോട് താൻ അഗ്രി ചെയ്ത് ദൈവത്തിന്റെ മെസ്സഞ്ചറായി അവിടേക്ക് കടന്നില്ല. And therefore we see in him a prophet who fully agreed to the will of God in
in his life, and he's going and executing it. ഈ മെസ്സേജ് കേട്ട ഉടനെ ആഹാബ് വളരെ തരിച്ചു നിന്നുപോയി, സ്തംഭിച്ചു പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I believe that when King Ahab heard this message, he must have been completely stunned to hear it. ആഹാബിന് ഒരു അക്ഷരം ഉരിയിടാനായിട്ട് He സാധിച്ചില്ല. probably was not able to speak a word back. ആഹാബ് എന്തെങ്കിലും അവിടെ സംസാരിക്കുന്നതായി ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ല. We don't read of any place where King Ahab is speaking anything. ആ മെസ്സേജിന് മുമ്പിൽ താൻ സ്തംഭിച്ച് തരിച്ചു നിൽക്കുകയാണ്. We can imagine that he must have been stunned, not even to the point of speaking a word when he heard that message. ഏലിയാവിനെ കൊന്നുകളവാൻ അധികാരമുള്ള ഒരാളായിട്ട് പോലും, അതിന് പവറുള്ള ഒരാളായിട്ട് പോലും അവിടെ അനങ്ങാതെ നിർത്തിയത് ദൈവമാണെന്ന് ഏലിയാവിനറിയാം. Even though he had the authority to issue Elijah to be killed, but even then we see that his mouth is being shut by the power of God. നമ്മൾ എല്ലാവരും മരിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. It is a fact that all of us will die. എന്നാൽ എപ്പോൾ മരിക്കണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. But when we die is decided by God. എങ്ങനെ മരിക്കണമെന്ന് ദൈവമാണ് And തീരുമാനിക്കുന്നത്. it is he who decides how we die. നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം തീരുന്നവരെ ആർക്കും നമ്മുടെ ശരീരത്തിൽ ഒന്ന് തൊടാൻ പോലും സാധ്യമല്ല. There is a message in your life and there is a purpose in your life. Till that message is proclaimed, no one can touch you. അതാണ് ഏലിയാവിനെ ധൈര്യപ്പെടുത്തിയതായ വിഷയം. And it is that assurance that gave him that courage. അതാണ് പൗലോസിനെ ധൈര്യപ്പെടുത്തിയതായ ആ ധൈര്യം. It is that belief that gave the courage to Apostle Paul. നാം എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന ഒരു യാഥാർത്ഥ്യവും അതാണ്. And it is that fact that all of us must carry in our lives. നമുക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ടെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്തെല്ലാം ത്രെട്ടുകൾ ഉണ്ടെന്ന് വരികയിലും നമ്മുടെ ജീവനെ തൊടാനായിട്ട് ദൈവത്തിന്റെ അനുവാദമില്ലാതെ ആർക്കും സാധ്യമല്ല. Irrespective of what difficulties we have or what pain we go through, there is, without the permission of God, no difficulty, no harm can touch you. ഇവിടെ ഏലിയാവ് സുരക്ഷിതനായി കൊട്ടാരം വിട്ട് കടന്നു പോവുകയാണ്. Here we see that Elijah is making an entry into the palace, saying the message and leaving that place safely. ഇവിടെ ഏലിയാവിന് യാതൊരു പാരിതോഷികവും കിട്ടിയില്ല എന്ന് നമുക്കറിയാം. ഒരു We ഗിഫ്റ്റ് know that കിട്ടിയില്ല. he didn't go back with any reward. ഒരു ഗിഫ്റ്റുമില്ലാതെ താൻ വന്നതുപോലെ കൊട്ടാരം വിട്ട് ഇറങ്ങുകയാണ്. He is leaving the place just as he had come in. കൊട്ടാരത്തിൽ നിന്ന് താൻ ഇറങ്ങുമ്പോൾ ജീവൻ തനിക്ക് പോയില്ലല്ലോ എന്നുള്ള സന്തോഷം തനിക്കുണ്ടെങ്കിലും എവിടേക്കാണ് പോകേണ്ടത് എന്ന് തനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. Although he is happy about the fact that he is able to leave the palace alive, he has no idea where he is headed to. ഈ മെസ്സേജ് കേട്ടേച്ച് അടങ്ങിയിരിക്കുന്ന പ്രകൃതക്കാരനല്ല ഈ ആഹാബെന്നും ആഹാബിന്റെ ഭാര്യയെന്നും ഏലിയാവിനും നല്ലപോലെ അറിയാം. Elijah knew very well that King Ahab and his wife are not people who will sit quietly upon the message that they had heard. അതുകൊണ്ട് രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് താൻ പോയി പാർത്താലും തന്റെ പട്ടാളത്തെ വിട്ട് പ്രത്യേക സ്ക്വാഡിനെ അയച്ചിട്ട് ഇദ്ദേഹത്തെ പൊക്കും എന്ന് ഏലിയാവ് വിചാരിച്ചു. And Elijah knew quite well that wherever he goes in that land and finds a shelter, the king is going to make sure that the soldiers get hold of him and bring him back. താൻ അങ്ങനെ വിചാരിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ അടുത്ത അധ്യായങ്ങൾ വായിച്ചു നോക്ക്. ഈ ഒബദ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഏലിയാവിനോട് പറയുന്നുണ്ട്, നിന്റെ ഇവിടുത്തെ അസാന്നിധ്യത്തിൽ നീ എവിടെയെന്ന് കണ്ടെത്തേണ്ടതിനും നിന്നെ ഇല്ലായ്മ ചെയ്യേണ്ടതിനുമായി രാജാവ് ഈ രാജ്യത്തിന്റെ അതിർത്തിക്കകം എല്ലായിടത്തും ആൾക്കാരെ അയച്ചു എന്നാണ് പറയുന്നത്. In the following chapters we read that prophet Obadiah is telling Elijah that when you were not here, the king had made sure that he uses all his powers to find out where you were hiding. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. And what I am speaking to you right now is an important thing that all of us must understand. ആ രാജ്യത്ത് മുഴുവൻ പ്രത്യേകം സ്ക്വാഡിനെ വിട്ട് ഏലിയാവിനെ അന്വേഷിക്കുന്ന ഒരു പ്രൊജക്ട് ആഹാബും ഭാര്യയും കൂടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. King Ahab and his wife had prepared a project, a new initiative to create special squads to go around to find where Elijah was. ഇതുവരെ താൻ നേരിട്ടതിനേക്കാൾ മോശമായ ഒരു സാഹചര്യമാണ് ഈ മെസ്സേജിന് ശേഷം സൃഷ്ടിക്കപ്പെടുന്നത്. Whatever bad atmosphere he was in any way before he spoke this message, it only became worse after he had spoken that message. കൊട്ടാരത്തിന്റെ പടിയിറങ്ങുമ്പോൾ തനിക്ക് വീണ്ടും തന്റെ കാതുകളിൽ ഒരു ശബ്ദം മുഴങ്ങി. When he left the palace, he heard the voice one more time. ഏലിയാവേ എന്ന് വിളിച്ചു. And that voice called out Elijah. എന്നിട്ട് ആ ശബ്ദം ഇങ്ങനെ പറഞ്ഞു, ഏലിയാവേ നീ എഴുന്നേറ്റ് നീ കെരീത്തിൽ പോയി ഒളിച്ചിരിക്കുക, ഞാൻ നിന്നെ അവിടെ
കരുതിക്കൊള്ളൂ. And the voice said, "Get away from here and turn eastward and hide by the brook Kerith which flows into the Jordan." വളരെ കറക്റ്റായിട്ട് ദൈവം മെസ്സേജ് കൊടുക്കുകയാണ്. There is a clear specific message that God is giving നീ him. എഴുന്നേറ്റ് യോർദാന് കിഴക്കോട്ട് പോകണം എന്ന് പറഞ്ഞു. It says that get away from here, turn eastward and hide by the brook Kerith which flows into the Jordan. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കിയാൽ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും. ദൈവം ഒരിക്കലും വേഗമായിട്ട് സംസാരിക്കുകയില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് മാത്രമേ ദൈവത്തിന് സംസാരിക്കാൻ കഴിയൂ. If you read through the Bible, you will see a God who does not communicate vaguely. He is very clear and precise in what he is saying. ഇവിടെ ഏലിയാവ് എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ തനിക്കിപ്പോൾ യാതൊരു സംശയമില്ല. And here Elijah, when he hears from God, he has no confusion about what he needs to do. സംശയം ബാക്കി നിൽക്കുന്നത് പോലെ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നില്ല. God does not speak to man in a way that man is confused about what he heard. വളരെ കൃത്യമായി സ്ഫടികസ്ഫുടമായി ദൈവം മനുഷ്യനോട് ഇടപെടുന്നത് ബൈബിളിലെ ഒരു സാധാരണ കാര്യമാണ്. It is a common thing that can be found in the Bible where God communicates to people and they clearly understand what he has said. ഇന്നത്തെ പ്രവാചകന്മാരിൽ മെജോറിറ്റി ആൾക്കാരും കേൾക്കുന്നവരെ കൺഫ്യൂസ് ചെയ്യുന്നത് പോലെ, അത് പ്രവചനം കേട്ട് കഴിയുമ്പോൾ സംശയങ്ങൾ ബാക്കി നിൽക്കുന്നത് പോലെ, അത് കൺഫ്യൂസ് ചെയ്യുന്നത് പോലെയാണ് അവർ മെസ്സേജ് കൊടുക്കുന്നത്. Many prophets of today's times, after they say their prophecies, people are left confused about what to take. നീ എഴുന്നേറ്റ് എവിടേക്ക് പോകണം, എവിടെ ഒളിച്ചിരിക്കണം, അത് ഏത് ദിശയിലാണ് എന്നെല്ലാം ഈ ഏലിയാവിനെ ദൈവം തന്നെ അറിയിക്കുകയാണ്. Here Elijah is being spoken to by God, telling him clearly he needs to get up, where he needs to go, which direction he must take, and what exactly is he going to find there. നീ യോർദാന് കിഴക്കുള്ളതായ അത് കെരീത്ത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞു. നീ അങ്ങനെ പരസ്യമായിട്ട് എഴുന്നേറ്റ് നടക്കേണ്ട ആവശ്യമില്ല, അവിടെ പോയി ഒളിച്ചിരിക്കാനായിട്ട് അവനോട് ആവശ്യപ്പെടുകയാണ്. And God is telling him clearly where he needs to go, and there he must hide. This is not the time for you to make public appearances. നാലാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. And fourth verse is interesting where it says that it will be that you shall drink from the brook and I have commanded the ravens to feed you there. ഏലിയാവേ, നീ കൊട്ടാരത്തിൽ വരുന്നതിന് മുമ്പ്, നീ മെസ്സേജ് അറിയിക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു ഇടപാട് ചെയ്തിട്ടുണ്ട്, വേറൊരു പദ്ധതി നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഏലിയാവിനോട് പറയുന്നത്. And what God is telling Elijah is that even before you reach the place that I have prepared for you, I have prepared all the provisions that you would need there. ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. I have commanded the ravens. NIV നിങ്ങൾ വായിച്ചാൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In NIV we read that I have directed the ravens. എന്ന് പറഞ്ഞാൽ അവിടെ ആ കമാൻഡ് മാത്രമല്ല, ഒരു കമാൻഡ്മെന്റ് മാത്രമല്ല, അവിടെ ഒരു ഡിറക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. Not just that God had commanded that bird, he was also providing a direction to that bird. അപ്പൊ കാക്കയോട് ദൈവം സംസാരിക്കുമ്പോൾ ഒരു കൽപ്പന കൊടുത്തു എന്നുള്ളത് ശരിയാണെങ്കിൽ കൂടെയും കൽപ്പന കൂടാതെ ഒരു ഡിറക്ഷൻസ്, ഒരു അതിന്റെ ഒരു വിശദീകരണം അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. When God was preparing the raven to do what it had to do in Elijah's life, not just that it was commanded to, it was also provided a direction as to what it must do. ഈ കാര്യമൊന്നും അറിയാതെയാണ് ഏലിയാവ് കൊട്ടാരത്തിലേക്ക് പോയിരിക്കുന്നത്. And without knowing any of these things has Elijah gone into the palace to speak to the king. ഇവിടെ ദൈവത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ആ അറേഞ്ച്മെന്റ്, ഒരു പ്രൊവിഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. We see a miraculous arrangement, miraculous provision of God in these verses. നമ്മുടെ നെക്സ്റ്റ് ഫുഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഏലിയാവിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. There is a God that thinks about what you will eat tomorrow even before you think about what you will eat. നിന്റെ കൊട്ടാരത്തിൽ മെസ്സേജ് കഴിഞ്ഞാൽ, നിന്റെ കൊട്ടാരത്തിൽ ശുശ്രൂഷ കഴിഞ്ഞാൽ നെക്സ്റ്റ് നീ എവിടെ ആയിരിക്കണമെന്ന് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. God is proving to Elijah that I have already prepared the place that you will live in even before you have entered the place where you were earlier. ഒരു പക്ഷെങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് ആയിരിക്കില്ല ഞാൻ അയക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നതായ സ്ഥലത്തേക്ക് ഞാൻ നിന്നെ അയക്കാൻ പോകുകയാണ്. That place might not be a place that you prefer, but I am sending to a place that I prefer. ഏലിയാവേ, നീ ഒരു പ്രവാചകൻ എന്നുള്ളതായ നിലയിൽ ഈ രാജ്യത്തെ രാജാവോ ഈ രാജ്യത്തെ പ്രജകളോ നിനക്ക് വേണ്ടി എന്തെങ്കിലും കരുതുമെന്ന്
നീ വിചാരിക്കേണ്ടതില്ല. Elijah, you being a prophet, you cannot count on what the provisions of the king or the people of this land. നീ കെരീത്തിൽ പോയി ഒളിച്ചിരിക്കുക. You have to go to Brook Kerith and hide ഞാൻ beside it. നിന്റെ അടിസ്ഥാന ആവശ്യങ്ങളുടെ കാര്യമൊക്കെ ഓൾറെഡി ക്രമീകരിച്ചിട്ടുണ്ട് And I have taken care of all your basic needs. എന്ന് പറഞ്ഞാൽ ഇവിടെ വീടൊരുക്കിയിട്ടില്ല. There's not a big house കാരണം available for him. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളൊന്നാണ് ഭവനം. And one of the basic needs of a person is shelter. എന്നാ ഒരു റൂം പോലും ഏലിയാവിന് വേണ്ടി അവിടെ ഒരുക്കുന്നില്ല. And we don't read of even a room being prepared there for him. ഇവിടെ എന്താണ് ദൈവം ഏലിയാവിന് വേണ്ടി ഒരുക്കിയത്? What is it that God is preparing in this place for Elijah? വളരെ മിനിമം നീഡാണ് അവിടെ ഒരുക്കപ്പെടുന്നത്. God is taking care of the most basic or the minimum needs that he would have. ഏലിയാവിന് വീട് ആവശ്യമുണ്ട്. Elijah needed a house. ഒരു വീട് തനിക്ക് കിട്ടിയാൽ എന്താ കുഴപ്പം? What is the problem if he had got a house? ഒരു നല്ല ബെഡ് കിട്ടിയാൽ എന്താണ് കുഴപ്പം? How good it would have been had he found a good bed to sleep ഈ on. വസ്ത്രമൊക്കെ മാറി വേറൊരു പുതിയ വസ്ത്രം കൊടുത്താൽ എന്താണ് കുഴപ്പം? It would have been good if God had given him new clothes to പക്ഷേ wear. ഇതൊന്നും ഏലിയാവിന് വേണ്ടി ദൈവം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. But we don't read of any of those provisions coming into the life of Elijah. ദൈവത്തിന് അത് അസാധ്യമായിരുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ദൈവത്തിന് അത് അസാധ്യമായിരുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? I mean, all of us believe that it is not impossible for God to provide that. ദൈവത്തിന് നിശ്ചയമായിട്ടും വീടൊരുക്കാൻ കഴിയും. Definitely it is possible with God to provide a house. നല്ല സുന്ദരമായ വസ്ത്രം ഏലിയാവിന് വേണ്ടി ഒരുക്കാൻ കഴിയും. God could have provided beautiful robes for him to wear. പക്ഷേ ദൈവം ഏലിയാവിന് വേണ്ടി അത് ഒരുക്കിയില്ല. But God is not providing for Elijah in any of those manners. ഏലിയാവ് അതിന് അയോഗ്യനായിരുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? Do you think that Elijah did not have the qualification or was he വാസ്തവത്തിൽ not worthy of those അന്ന് rewards? ജീവിച്ചിരുന്ന ആരെക്കാളും അതിന് യോഗ്യൻ ഏലിയാവായിരുന്നു എന്ന് He നമുക്കറിയാം. was the most deserving of all the people that lived in those times. എന്നിട്ടും ഏലിയാവിന് വേണ്ടി അതൊന്നും ഒരുക്കാതെ അവന് ഭക്ഷണം മാത്രം വളരെ മിനിമം അവനെ ജീവിച്ചു പോകാൻ അവന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ളതായ ഭക്ഷണം മാത്രം ഒരുക്കുകയാണ്. And on the other hand, we see that God is providing for the most minimum need that he will have. He was just provided for food that will keep him going, that is essential for his survival. ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം അത് മതി, അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ. And when we read through those verses, we read that Elijah was satisfied in God's provisions in his life. Whatever God was providing, he was satisfied in. നമ്മെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ബാഹ്യമായ ചിലതൊക്കെയാണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. You must never have a misconception that it is worldly things or external things that satisfy us. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ സൂട്ടിന് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. The clothes that I am wearing cannot satisfy me. ഞാൻ കിടക്കുന്ന കിടക്കയ്ക്ക് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. The bed that I sleep on cannot satisfy me. അങ്ങനെ എന്റെ ബാങ്ക് ബാലൻസിന് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് My സാധിക്കുന്നതല്ല. bank balance cannot satisfy നമ്മുടെ me. ജോലികൾക്ക് നാം ഏതൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നോ ആ ഓഫീസിന് നമ്മെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. The office that you work in cannot satisfy you. ഒരു ഇന്നർ കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. Having an inner contentment is a different experience. ജീവിതത്തിലെ ഏറ്റവും മിനിമം ഭൗതികമായ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെട്ടുകൊണ്ട് ആ കണ്ടന്റോടുകൂടെ ജീവിക്കാൻ കഴിയുമെന്ന് ദൈവം ഒരു പാഠം ഇവിടെ നമുക്ക് നൽകുകയാണ്. God is revealing Hallelujah. here a possibility where you have the most basic or the most minimal needs of your lives provided for, and yet you live in contentment. ബാഹ്യമായി നോക്കുമ്പോൾ ലക്ഷറിയായി നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടായാലും എംപ്റ്റി ആയ ഒരു ഹൃദയത്തോടുകൂടെ കണ്ടന്റ് ഇല്ലാത്ത അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതായ ഒരു ജീവിതം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. It is possible that you have a life where from a worldly perspective you have all the luxuries of life, yet from inside you feel completely empty and you are not content with what you have. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടന്റ് തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഗിഫ്റ്റ് അല്ല, ദൈവം തരുന്ന ദാനങ്ങളല്ല, ദൈവം തന്നെയാണ്. What provides us contentment in our lives is not the gifts from God, but the giver himself, that is God. ദാനങ്ങളല്ല, ദാതാവാണ് നമ്മുടെ ഹൃദയത്തിന് കണ്ടന്റ്മെന്റ് തരുന്ന സംതൃപ്തി നൽകുന്നത്. It is not the gifts but the giver that provides contentment in our life. ഏലിയാവ് മനോഹരമായ ഒരു ലെസണായി, ഒരു പിക്ചറായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. Here Elijah is standing before us as a beautiful picture.
സഹോദരങ്ങളെ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്ന് വരികയിൽ, നമ്മിലുണ്ടെന്ന് വരികയിൽ നമ്മൾ സംതൃപ്തരായി ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. Beloved in Christ, when Hallelujah. God is in us, when God is with us, we are content in whatever we have in life. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ ആ കണ്ടന്റ്മെന്റ് ആണ് ഈ ദാവീദ് അനുഭവിക്കുന്നത്. When David says that the Lord is my shepherd, I shall not want, it is that contentment that he is speaking about. എനിക്ക് സമൃദ്ധിയിലിരിക്കാനും എനിക്ക് ദാരിദ്ര്യത്തിലിരിക്കാനും കഴിയുമെന്ന് പൗലോസ് പറയുമ്പോൾ താൻ പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്, ലോകത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, വിശ്വാസികൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. യേശു ഉണ്ടെങ്കിൽ, ദൈവമുണ്ടെങ്കിൽ ഞാൻ സംതൃപ്തനാണ്. When Apostle Paul says that I know how to live in prosperity and poverty, what he is saying is there is a contentment that the giver provides over all the gifts that I can enjoy. ഏലിയാവേ, നീ കൊട്ടാരത്തിലേക്ക് മെസ്സേജുമായി പോകുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് വേണ്ടി ഓൾറെഡി ഇടപാട് ചെയ്തിരിക്കുകയാണ്, ഞാൻ കാക്കകളോട് ഇടപാട് ചെയ്തിരിക്കുകയാണ്, ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. Go to Kerith. Elijah, even before you go to the palace, I have already prepared for the next destination that you will be in. I have directed the ravens to provide for what you need. ഇവിടെ ഏബ്രഹാമിന്റെ ചരിത്രം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. Here we have to go back to the history that we see in the life of Abraham. ഏബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, മകനെ നീ ഞാൻ നിനക്ക് കാണിച്ചിരുന്ന സ്ഥലത്ത്, മോറിയായിൽ കാണിച്ചിരുന്ന സ്ഥലത്ത് നീ കൊണ്ടുപോയി യാഗം അർപ്പിക്കണം. There God is telling Abraham, in the place that I am showing to you on top of Mount Moriah, that is the place where you have to go and offer your son. ദൈവം ഒരു കാര്യം ഏബ്രഹാമിനെ മറച്ചു വെച്ചു, അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? There was one thing that God hid from Abraham. വളരെ വിശ്വാസവീരനായിരുന്നു ഏബ്രഹാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിശ്വാസവീരനായിരുന്നു ഏബ്രഹാം. All of us know that Abraham had great faith. എന്നിട്ട് ഒരു കാര്യം ദൈവം അവന് മറച്ചു വെച്ചു. But there is one thing that God hid from him. നീ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് വേണ്ടി നിന്റെ മകന് പകരം യാഗം കഴിക്കേണ്ടതിന് ഒരു ആടിനെ ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചതേ ഇല്ല. God hid the fact from Abraham that I have prepared an alternate sacrifice for your son, a lamb there already. അവിടെ ഏബ്രഹാം തന്റെ വീട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം അവിടെ ആടിനെ കരുതരുതെന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. If you read through those portions, you will see that even before Abraham had began his journey to Mount Moriah, God had prepared the alternate sacrifice there in the lamb. ഓടി നടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ പിന്നാലെ ഓടി പിടിക്കുന്ന ഏബ്രഹാമിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊമ്പ് കാട്ടിലിങ്ങനെ കുരുങ്ങി കിടക്കുന്ന ഒരു കരുതപ്പെട്ടിരിക്കുന്ന ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ആടിനെയാണ് ഏബ്രഹാം അവിടെ കാണുന്നത്. We do not read of an Abraham when he heard that there is an alternate option, he is chasing after a lamb, but he clearly sees that there was a lamb ready to be sacrificed as an alternate offering. തന്നെ വിശ്വസിക്കുന്ന, തന്നെ അനുസരിക്കുന്ന, പൂർണ്ണമായി ഫോളോ ചെയ്യുന്ന ഒരു വിശ്വസ്തനായിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ശരിക്കും അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. We serve a God who clearly knows what he needs to provide for people that serve him faithfully. ഏബ്രഹാം തന്റെ കൂടാരത്തിൽ നിന്ന് തന്റെ ഭാര്യക്കാരനുമായിട്ട് തന്റെ മകനുമായിട്ട് പുറപ്പെടുന്നതിന് മുമ്പ് മോറിയ മലയിൽ തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് അത് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Even before Abraham had started the journey with his son and his servant, the alternate sacrifice was already prepared by God on the mount. ഏബ്രഹാമിന്റെ മനസ്സിൽ ഒരിക്കൽ പോലും വരാത്തതായ ഒരു കരുതല് നമുക്ക് തന്റെ മനസ്സിൽ തന്റെ സ്വപ്നത്തിൽ പോലും വൈൽഡായിട്ട് പോലും ചിന്തിക്കാത്തതായ ഒരു കാര്യം ദൈവം അവന് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. God had already provided for Abraham about things that he had never dreamt of, or he had not imagined that kind of a provision could be there. ഏലിയാവ് തന്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതായ ജീവിതത്തിൽ ഒരിക്കൽ പോലും വൈൽഡായിട്ട് പോലും ചിന്തിക്കാത്തതായ ഒരു കരുതല് ഏലിയാവിന് വേണ്ടി ദൈവം അക്കരത്തിൽ ഒരുക്കിയിരിക്കുകയാണ്. And here in the life of Elijah we see that God is providing for Elijah in a manner that he had not thought of in the wildest of his imagination. നിനക്ക് വേണ്ടി ഞാൻ കൽപ്പിച്ചിരിക്കുകയാണ്. I have directed for your ഞാൻ നിനക്ക് വേണ്ടി ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. I have given a direction for you. നമുക്ക് വേണ്ടി കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who provides directions കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who directs things for you. അതുകൊണ്ട് നമുക്ക് വീട് ഒരു പ്രശ്നമല്ല. Therefore a house is not a problem. നമുക്കൊരു വസ്ത്രം ഒരു പ്രശ്നമല്ല. Clothes are not a problem. നമുക്ക് ഭക്ഷണം ഒരു പ്രശ്നമല്ല. Food is not a problem. നമുക്കൊരു ചർച്ച് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല. A church building is not a problem. നമുക്കൊരു ജോലി എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല. Our jobs are not a problem. എല്ലാം ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who directs അത്ഭുതമായ ഒരു ദൈവമുണ്ട്. He provides for you. എല്ലാം കരുതുന്ന ഒരു ദൈവമുണ്ട്. A God who is a provider. വന്യ സ്വപ്നത്തിൽ പോലും അത് നമ്മുടെ മനസ്സിലേക്ക് വന്നു വരികയില്ല. A provision that you cannot think of in the wildest of your imagination. So ഏലിയാവേ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോവുക, പുറപ്പെട്ടു പോവുക. Here God is telling Elijah to go.
കരയത്തിൽ പോയി താമസിക്കുക. And you have to live beside the brook Kerit. മലയാളത്തിൽ കാക്ക എന്ന് സിംഗുലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചു നോക്കൂ, റേവൻസ് എന്ന പ്ലൂറലാണ് പറഞ്ഞിരിക്കുന്നത്. In Malayalam, we read it as a singular form used for as one raven, but when we read English, it says that it was ravens that were directed. ഞാൻ അത് വായിച്ചപ്പോൾ വിചാരിച്ചു, ഒരു കാക്ക എന്ന് മാത്രം ഫുഡായി ഏലിയാവിനോട് കൊടുക്കാൻ പോകുന്നത്. When I read it first, I thought that how much food can one raven bring? അത് 3 എന്നുള്ളത് 2 ആക്കി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെയും വൈകിട്ടുമേ ഉള്ളൂ, ഉച്ചയ്ക്ക് ലഞ്ചും ഇല്ല. And even in the number of times that the ravens would bring, it was only 2 times, so the lunch was omitted. In the morning and the evening, the food was being provided. ഞാൻ കുറേ വർഷങ്ങളായി 19 വർഷമായിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, കാക്കയാണോ കാക്കകളാണോ എന്ന് എനിക്ക് നല്ല തിട്ടയില്ലായിരുന്നു. I have been reading this portion for many years, and I was not able to figure out whether it was one bird or many birds. കാരണം മലയാളത്തിൽ കാക്ക എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, ഒരു കാക്ക കൊണ്ട് കൊടുത്തെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. Because we read Malayalam Bible initially, it says in singular form, so for the longest of time I thought that it was one raven that brought the food. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു നോക്കുക, But when you read English version, പ്ലൂറലാണ് പറഞ്ഞിരിക്കുന്നത്. it says that God directed ravens to bring. അപ്പം ഞാൻ പിന്നെ അന്വേഷിച്ചു, ഒരു കാക്കയ്ക്ക് എന്തുമാത്രം ഫ്ലൈ ചെയ്യുമ്പോൾ വെയിറ്റ് ക്യാരി ചെയ്യാൻ സാധിക്കും. And then I researched upon how much weight can a raven carry when it's in flight mode or when it's flying. ഒരു ½ പൗണ്ട് ഫുഡ് അല്ലെങ്കിൽ ഏതെങ്കിലും സാധനമേ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. And I figured out that it is only half a pound of any substance that the raven can carry when it's flying. നല്ലൊരു യുവാവായ നല്ല ആരോഗ്യവാനായ ഒരു മനുഷ്യന് ½ പൗണ്ട് ഫുഡ് എന്ത് ചെയ്യാൻ? And for someone who is a young man, a healthy man, how much would it serve if it was only ½ pound of food that was provided? 10-70 കഴിഞ്ഞാൽ സാരമില്ലായിരുന്നു. ഇത് 30s കഴിയുന്ന ഒരാൾക്ക് ½ പൗണ്ട് ഫുഡുമായിട്ട് ചെല്ലുകയാണ്. If it is an old man, we could think that he could probably do with it, but this is a young man. How could he live with that amount of limited food? ഇവിടെ കാക്കകളോട് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, ഒന്നിലധികം കുറഞ്ഞ വർഷം ഒരു പേരായി അവിടെ ചെന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് സാധിക്കും. But when we read English, there is ravens that's written, and there is good reasons for us to imagine that there were multiple ravens that came with food for Elijah. 2 പേരാണെങ്കിൽ ½ പൗണ്ട് വെച്ച് 1 പൗണ്ട് ഫുഡ് ഒരു നേരം ഇത്. So if it was a pair of ravens that were coming, we can imagine that he was getting about 1 pound of food every time. അത്രയും കഴിച്ചാൽ മതി. And God must have thought that's enough for you. ഇപ്പോൾ ഒരു കാക്ക ഇറച്ചി, മറ്റേ കാക്ക അപ്പം കൊണ്ടുവരികയാണ്. And one raven is bringing the meat, the other is bringing the bread. ഇവിടെ അതിലൂടെ എൻ്റെ മീൻ കൂടെ കൊടുക്കാൻ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. And then I thought, why didn't God provide him fish as well? ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആ വിഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. We see that the menu is not elaborate, it is limited menu that is being provided to Elijah. മനുഷ്യരുടെ വിഭവങ്ങളാണ് ഒത്തിരി വെറൈറ്റീസ് ഉള്ളത്. It is from a human perspective that you really desire for elaborate menu. മാർത്തയ്ക്ക് സംഭവിച്ചതാണ്. And that is what happened in the life of Martha. യേശുവിനെ എങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നേ? She was wondering how can she serve less for Jesus. അപ്പം പല വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ആ തിരക്കിലായിരുന്നു അവൾ. And therefore she was running around to create a lot of an elaborate menu for Jesus. അതുകൊണ്ടാണ് യേശു അവളെ നോക്കിയിട്ട് പറഞ്ഞു, നീ പലതിനെ ചൊല്ലി പല വിഭവങ്ങൾ മേശ നിറച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുകയാണ്. And therefore Jesus is able to look at her and say that you are anxious about many things, because she was wondering about many things to place at the table. പലതെന്തിനാ, ഒന്ന് മതി എന്ന് പറഞ്ഞു. And he said, I don't need many, I just need one. അവിടെ ഒന്ന് മതി എന്ന് പറയുന്നതിന് 2 വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ട്. There are 2 interpretations that are given for Jesus saying that I just need one. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. Mary has chosen the good portion. യേശുവിന്റെ കാൽക്കൽ ഇരിക്കുക. To sit at the feet of Jesus. അവൻ കാൽക്കൽ ഇരിക്കുന്നതാണ് ആ ഒന്ന് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. So there is an interpretation given that the right choice, or that one good choice that Mary made, was to sit at the feet of Jesus. എന്നാൽ അവിടുത്തെ ടെക്സ്റ്റ്, അതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു 2 എക്സ്ട്രീം നമുക്ക് കാണാനായിട്ട് സാധിക്കും. But if you read that in the context that it was spoken, we see 2 extremes. പലതിനെ ചൊല്ലി വിചാരിക്കുന്ന ഒരു മാർത്ത, there is a Mary that is worried about many things, വെറും ഒന്നിൽ തൃപ്തിപ്പെടുന്ന യേശുക്രിസ്തു, and a Jesus who is satisfied in one.
ഇനി ഞാൻ ചില ഉദാഹരണങ്ങൾ കൂടെ പറയാം. And I just want to add to that with some examples. ഇസ്രായേലിന് എന്തൊക്കെയാണ് ദൈവം മരുഭൂമി കൊടുത്തത്? What did God provide for the Israelites in the wilderness? മന്നയും കടപക്ഷിയും. It was manna and meat. അവിടെ ഫിഷ് ഇല്ല. There's no fish there. പിന്നെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ എന്താ കൊടുത്തത്? അവിടെ ഫിഷ് ഉണ്ട്, അപ്പം ഉണ്ട്, മീറ്റ് ഇല്ല. When Jesus fed the 5,000 with 5 loaves of bread, we see that there is bread and fish there. There's no meat available. ഇനി ഏലിയാവിന്റെ കാര്യം തന്നെ നമുക്ക് നോക്കാം. And here when we come to the life of Elijah, ഏലിയാവിന് 3 തരത്തിലുള്ളതായ കരുതൽ ഉണ്ടായിട്ടുണ്ട്. there are 3 types of provision that Elijah is enjoying. കാക്ക കൊണ്ടുവന്ന് ആഹാരം കൊടുക്കുന്നു. There is a food that raven is bringing. അത് നോൺ വെജിറ്റേറിയൻ ആണ്. That is non-vegetarian. എന്നാൽ വിധവയുടെ അവിടെ ചെല്ലുമ്പോൾ, But when he goes to the widow at Zarephath, അവിടെ ഫിഷോ മീറ്റോ ഉള്ളതായാലും നമ്മൾ വായിക്കുന്നില്ല. there we don't read of fish or meat being provided. അപ്പവും വെള്ളവും കൊടുക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. There it is written that he was provided with bread and water. ഇനിയും താൻ മരുഭൂമിയിൽ കൂടെ ഹോരേബിലേക്കുള്ള യാത്രയിൽ ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോൾ ഏലിയാവിന്റെ അടുക്കൽ ദൂതൻ വന്നു. When Elijah was traveling through the wilderness to Horeb, we see that the angel of God appeared to him. അവിടെ എന്തൊക്കെ കൊടുത്തു നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? Can you say what was provided to him there? അവിടെ അപ്പവും വെള്ളവും മാത്രമേ കൊടുത്തുള്ളൂ. All he was provided for was bread and water. അപ്പൊ ഇവിടെ നോൺ വെജിറ്റേറിയൻ ആയിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലെല്ലാം വിധവയുടെ അടുക്കലും ദൂതം കൊണ്ടുവന്നത് വെജിറ്റേറിയൻ ആയിരുന്നു. Here he was enjoying non-vegetarian food, but at later stages of his life, it is getting converted to just vegetarian provision. ആദ്യം തന്നെ മിനിമം ആയിരുന്നു, പിന്നെ അത് മിനിമൈസ് ചെയ്തു. Already what he was getting was quite minimal. We see that it is reducing further in his course of journey. ഓക്കേ, ഏലിയാവിനെ വിളിക്കാം. ഏലിയാവിനെ ഒന്ന് വിളിക്കാം. Let's call Elijah to the Elijah, and ask him, Elijah, are you content? are you content? Are you satisfied? Are you satisfied? Any complaints? Do you have any complaints? മറുപടി എന്തായിരിക്കും? What would Elijah's answer be? I am content. I am content. So നമുക്ക് വിഭവങ്ങളൊക്കെ കുറയ്ക്കാൻ ഒരു തീരുമാനം എടുക്കാം. വിഭവങ്ങളൊക്കെ കുറയ്ക്കാൻ ഒരു തീരുമാനം എടുക്കാം. Let's also make some decisions where we cut down on the elaborate menu that we are used to. പാസ്റ്റർ അത് ആദ്യം ചെയ്യേണ്ടത് എന്ന് ഒരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കും. Some of you might look at me and say that at pastor and say that pastor is the one who has to do it first. ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്? What am I coming to in this sermon? നമ്മെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്താണ്? What is it that provides you the right kind of satisfaction? നമ്മളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ വീണ്ടും മിനിമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം സാറ്റിസ്ഫൈഡ് ആണോ? Even when your basic needs are further minimized, are you still content and satisfied? ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. We are going to conclude here. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. There is a God that provides for you. ഏറ്റവും ലക്ഷറിയായി നടത്താവുന്ന ദൈവം ആർക്കും പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. God does not promise you that he will provide you with all luxuries of life. ദൈവം നമുക്ക് അടിസ്ഥാന ആവശ്യങ്ങളാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. What God promises us is to meet all our basic needs. ദൈവം നമ്മുടെ അപ്പം മുട്ടിക്കുകയില്ല. He will make sure that you don't lack for food. നമ്മുടെ വെള്ളമില്ലാതെ പോകുകയില്ല. You will not lack for water. നമ്മെ സാറ്റിസ്ഫൈ ചെയ്ത് കണ്ടന്റ് ആയി നടത്താൻ കഴിയുന്ന ഒരു ദൈവം. There is a God who can satisfy you and lead you in contentment. അത് വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം. Hallelujah. Praise the Lord. Hallelujah. നാം നമ്മുടെ അടുത്ത ആവശ്യം ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു സ്വർഗ്ഗമുണ്ട്. We have a God who takes care of our needs even before we think about them. ഏലിയാവ് കെരീത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അതിനുവേണ്ടി കരുതിയിട്ടുള്ള കമാൻഡ് ചെയ്തിട്ടുള്ള ഒരു ദൈവം നമുക്കുണ്ട്. There is a God who commanded for Elijah's need even before he had left the palace. മോറിയായിൽ എത്തുന്നതിന് മുമ്പ് എബ്രഹാമിന് വേണ്ടി ഒരു കരുതിയ ഒരു ദൈവം. There is a God who provided for Abraham on Moriah even before he began that journey. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. There is a God who cares for you. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. There is a God who cares നമുക്ക് വേണ്ടി for കരുതുന്ന ഒരു ദൈവമുണ്ട്. There is a God അവൻ who ഒരിക്കലും provides. ഫെയിൽ ആകുകയില്ല. You will never lack. Hallelujah. Praise the Lord. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. May God bless us with this word. Praise the Lord.